കാളിയാര് മാസം കണ്ട് ഉറപ്പിക്കണമെങ്കിൽ എത്ര മസാല അയാൾക്ക് അറിയണം? അത് കേവലം ഒരാൾ വന്ന് പറയുമ്പോ തന്നെ എന്നാ പിന്നെ കണ്ടിക്കണോ, എന്നാ പിന്നെ ഉറപ്പിച്ചു എന്ന് പറയല. അല്ല, അതിലാണ് എന്നറിയണം. അതുപോലെ തന്നെ സാധ്യതകൾ അറിയണം, എല്ലാം അറിയണം. ഇത് പണ്ഡിതന്മാരൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒറ്റ മസാല കൂടി ഇത് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ സംസാരം നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. ഇവിടെ ഒക്കെ മനസ്സിലാക്കണം, ഈ മാസപ്പിറവി വിവാദം പണ്ടുണ്ടായിരുന്നു. കാപ്പാട് മാസം കണ്ടു, കാപ്പാട് മാസം കണ്ടു, കാപ്പാട് കാളി ഉറപ്പിച്ചു. ഒരു കാളി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉദയാസ്തമയ വ്യത്യാസമില്ലാത്ത ഖരീബായ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും അതിന്റെ ഒക്കെ ഹുക്കുമെന്താ? ആ ഇബാറത്ത് നമ്മൾ മുതഅല്ലിമീങ്ങൾ ഒന്ന് നല്ല മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് ഇതിന്റെ കൂടെ അതും കൂടി പറയാണ്. ഒരു നാട്ടിൽ മാസം കണ്ടു, എന്നാൽ അതിന്റെ അടുത്ത നാട്ടിലും അതിന്റെ ഹുക്കും ബാധകമാകും, ബഈദായ നാടിനെ കൂടാതെ. പൊന്നാനിയിൽ മാസം കണ്ടു, അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ മാസം കണ്ടു. അടുത്ത പ്രദേശമാണ് പയ്യോളി, വടകര. അവിടെയൊക്കെ എല്ലാവർക്കും പെരുന്നാൾ, അവിടെ ഒരു കാളി ഉറപ്പിക്കുകയും ചെയ്തു. കൊയിലാണ്ടിയിലെ കാളി ഉറപ്പിച്ചു. എന്നാൽ വടകരക്കാർക്ക് അവിടെ നോമ്പ് നിർബന്ധാണോ പെരുന്നാൾ നിർബന്ധാണോ? അവിടെ നമ്മൾ ആ മസാല ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ കാളി ഉറപ്പിച്ചു. ഉറപ്പിച്ചാൽ ഈ കാളി തന്നെയാണ് വടകരയിലെയും കാളി, ഈ കാളി തന്നെയാണ് പയ്യോളിയിലെയും കാളി. ഇങ്ങനെ ഈ കാളി അവിടെയൊക്കെ കാളിയാണെങ്കിൽ ആ കാളിയാരെ അനുസരിക്കുന്ന ആള് ഉദയാസ്തമയ വ്യത്യാസം ഇല്ലാതെ ഖരീബായ അടുത്ത പ്രദേശമാണെങ്കിൽ അവർക്കൊക്കെ പെരുന്നാൾ കഴിക്കാൻ നോമ്പൊക്കാം. ഈ നേരെ മറിച്ച് അവിടെ വേറെ കാളിയാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് മാസം കണ്ടു, മുഗദാറിൽ മാസം കണ്ടു. ഉദയാസ്തമയ വ്യത്യാസം ഇല്ലാത്ത സ്ഥലമാണ് കൊടുവള്ളി. കൊടുവള്ളിക്കാർക്ക് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് പെരുന്നാൾ കഴിക്കണമെങ്കിൽ അവിടെ കോഴിക്കോട്ട് മാസം കണ്ട് കോഴിക്കോട് കാളി ഉറപ്പിച്ചു. എന്നിട്ട് അവിടെ മാസം കണ്ട ആള് തന്നെ വന്നിട്ട് കൊടുവള്ളിയിലെ കാളിയോട് പറഞ്ഞു ഞാൻ മാസം കണ്ടു. ആ കാളിക്ക് അത് വിശ്വാസമായി, ആ കാളി ഉറപ്പിച്ചു. എന്നാൽ ഇവർക്ക് അവിടെ പെരുന്നാളാക്കാം. അല്ലാതെ എന്തല്ല, അവിടെ മാസം കണ്ടാൽ ആ ഹുക്കും ഇവിടെ മുത്ലഖൻ ബാധകമാകും എന്നല്ല. ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ